Hi students, today I am going to explain problems related to domain, range and codomain of a relation. And I am also going to explain about function and the relation between relation and function. Okay? അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്, കൂടാതെ ഫംഗ്ഷനും. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. Define a relation R from A to A by R is equal to set of all ordered pair xy such that y equal to x plus 1. Represent the above relation in roster form. First question. Represent the above relation using arrow diagram. Write the domain, codomain and range of R. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കറിയാം, ഒരു റിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആണ്. ഓർഡേർഡ് പെയറിലുള്ള എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ റിലേഷൻ? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ എക്സും വൈയും ബിലോങ്സ് ടു എ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1 plus 1, ദാറ്റ് ഈസ് 2. വെൻ എക്സ് ഈസ് ഈക്വൽ ടു 2, വൈ ഈസ് ഈക്വൽ ടു 2 plus 1, ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്കിവിടെ ഒരു ഓർഡേർഡ് പെയർ കിട്ടി 1, 2, മറ്റൊരു ഓർഡേർഡ് പെയർ 2, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? 3, 4, 4, 5, 5, 6. ഓക്കെ, ഇനി 6 വരുന്ന കേസ്. 6 വരുമ്പോൾ എന്താ സംഭവിക്കുക? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 6, വൈ ഈസ് ഈക്വൽ ടു 6 plus 1, ദാറ്റ് ഈസ് 7. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ ആണ്. അപ്പോൾ നമ്മുടെ എക്സും വൈയും ഒക്കെ എയിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ 6, 7 എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ കാണില്ല. സോ 6 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. ഇനി ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരോ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആരോസ് വെച്ച് റിലേഷൻ മാർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റിലേഷൻ ഫ്രം എ ടു എ ആണ്. ഇനി നമുക്കറിയാം 1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ 1ഉം 2ഉം തമ്മിൽ ആരോസ് വെച്ച് ജോയിൻ ചെയ്യുക. ദെൻ 2, 3, 3, 4, 4, 5, 5, 6. ഓക്കെ, ഇനി നമുക്ക് എഴുതേണ്ടത് ഡൊമെയിൻ ആണ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ്, ഫസ്റ്റ് എലമെൻറ്റ്സ് ഇൻ ദി ഓർഡേർഡ് പെയേഴ്സ് ഇൻ ആർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് വരിക? 1, 2, 3, 4, 5 വരും. 6ന് ഇമേജ് ഇല്ല. ഓക്കെ, റേഞ്ച് എന്ന് പറയുമ്പം സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ ദ ഓർഡേർഡ് പെയേഴ്സ് ഇൻ ആർ ആണ്. സോ ദ ആൻസർ ഈസ് 2, 3, 4, 5, 6. കോഡൊമെയിൻ എന്ന് പറയുന്നത് ആർ ഫ്രം എ ടു എ ആണെങ്കിൽ കോഡൊമെയിൻ എന്ന് പറയുന്നത് എ തന്നെ, നമ്മുടെ സെക്കൻഡ് സെറ്റ്. ഇനി ഇവിടെ നോട്ട്, ഇവിടെ ശ്രദ്ധിക്കുക. റിലേഷൻ ആർ ഫ്രം എ ടു എ മീൻസ് റിലേഷൻ ഓൺ എ. അപ്പോൾ നമ്മൾ റിലേഷൻ ഓൺ എ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ആർ ഫ്രം എ ടു എ എന്ന് എഴുതേണ്ട കാര്യമില്ല. റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാലും മതി. ആൻഡ് ആരോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിലേഷൻ യൂസിങ് ആരോസ്. അതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ആരോസ് യൂസ് ചെയ്തിട്ട്. The given figure shows a relationship between P and Q. Write this relation in roster form, set builder form and write its domain and range. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. നമ്മുടെ ആറിൽ നമുക്ക് റോസ്റ്റർ ഫോം എഴുതാം. 9 3 റിലേറ്റഡ് ആണ്. അപ്പോൾ ഓർഡേർഡ് പെയർ 9, 3. അതുപോലെ 9 - 3, ഓർഡേർഡ് പെയർ 9 - 3. ദെൻ ഓർഡേർഡ് പെയർ 4, 2. ഡയഗ്രാം നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, 4 - 2. ദെൻ 25, 5, 25 - 5. ഇത്രയും ഓർഡേർഡ് പെയേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളുള്ള റിലേഷൻ നോക്കുക. ഫസ്റ്റ് എലമെൻറ്റ് എക്സ് ആണ്, സെക്കൻഡ് എലമെൻറ്റ് വൈ ആണ്. ഇല്ല, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് ഈക്വലാണ്? 3² അല്ലേ. അപ്പം 9 = 3², 9 = -3², 4 2², 4 - 2². ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? R is equal to set of all ordered pair xy such that x is the square of y. x എവിടെ വരുന്നു? x belongs to P. y എവിടെ വരുന്നു? y belongs to Q. ഇനി ഞാൻ വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. R is equal to set of all ordered pair xy such that x is equal to y², x belongs to P, y belongs to Q. ഇനി ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 9, 4, 25 ആണ്. ഓർഡേർഡ് പെയറിൽ വരുന്ന ഫസ്റ്റ് എലമെൻ്റ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡ് പെയറിൽ വരുന്ന സെക്കൻഡ് എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 5, 3, 2, -2, -3, -5. ഈ ഡയഗ്രാം നോക്കിയിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Let A is equal to set 1, 2, 3, etc. 14. Define a relation R on A by R is equal to set of all ordered pair xy such that 3x minus y equal to 0, x comma y belongs to A. Represent the above relation in roster form and write its domain, range and codomain of R. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ റിലേഷൻ തന്നിരിക്കുന്നത് എന്താണ്? 3x minus y equal to 0. That means 3x equal to y or y equal to 3x. എക്സും വൈയും ഒക്കെ എവിടെ വരണം? എയിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 1, ദെൻ വൈ ഈസ് ഈക്വൽ ടു 3 into 1, ദാറ്റ് ഈസ് 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓർഡേഡ് പെയർ 1, 3. എക്സിന് നമ്മൾ 2 കൊടുക്കുമ്പോഴത്തേക്കും y ഈക്വൽ ടു 3 into 2, ദാറ്റ് ഈസ് 6. ഓർഡേഡ് പെയർ 2, 6 ആയി. 3 വരുമ്പോഴത്തേക്കും 9, 4 വരുമ്പോഴത്തേക്കും 4 into 3 അല്ലെങ്കിൽ 3 into 4, 12. ദെൻ 5 വരുമ്പോഴത്തേക്കും നമുക്ക് 3 into 5 വരും, ദാറ്റ് ഈസ് 15. 15 എന്ന് പറയുന്ന എലമെൻ്റ് എവിടെ ഇല്ല? എയിലില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, ആ എലമെൻറ്റ്സ് ഒന്നും എയിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് വരിക. ഓർഡേർഡ് പെയർ 1, 3, 2, 6, 3, 9, 4, 12. അപ്പോൾ ഡൊമെയിൻ എന്താണ് വരിക? 1, 2, 3, 4. റേഞ്ച് 3, 6, 9, 12. കോഡൊമെയിൻ എ. ആർ ഫ്രം എ ടു എ ആണ്, അപ്പോൾ എ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 4, 6, 9. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു ബി ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി. റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ്റെ കണ്ടീഷൻ എന്താണ് പറഞ്ഞത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. നമുക്കറിയാം ഓഡ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? +or-1, +or-3, +or-5 അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. ഹിയർ ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം നമുക്ക് 1, 4. ഓക്കെ, അപ്പോൾ 1 - 4 എന്ന് പറയുമ്പോൾ -3, ഓഡ് നമ്പറാണ്, അപ്പോൾ 1, 4 വരും. ദെൻ 1, 6, 1 - 6 എടുക്കുമ്പോൾ -5. ഓക്കെ, അതും ഓഡ് നമ്പറാണ്. ദെൻ 1, 9 വരില്ല. 1 - 9 എന്ന് പറയുമ്പോഴത്തേക്കും -8 ആണ്, അത് ഈവൺ ഇൻറ്റിജറാണ് വരിക, അത് നടക്കില്ല. ദെൻ 2, 4 വരില്ല. 2, 6 വരില്ല. ദെൻ 2, 9. ഓക്കെ, 2 - 9 -7, അപ്പോൾ ഓഡ് ഇൻറ്റിജറാണ്, അത് ഓക്കെ ഓഡ് നമ്പറാണ്. ദെൻ 3, 4 വരും. 3 - 4 വരും. ഓക്കെ, -1 ആണ്. ദെൻ 3, 6. ഓക്കെ, അതും വരും, കാര്യം 3 - 6 -3 ആണ്. 3, 9 വരില്ല, കാര്യം 3 - 9 എന്ന് പറയുമ്പോൾ -6 ഈവൺ ആണ്. അടുത്തത് 5, 4. ഓക്കെ വരും. 5, 6 വരും. 5, 9 വരില്ല. 5, 9 എന്ന് പറയുമ്പോൾ 5 - 9 എടുക്കുമ്പോഴത്തേക്കും -4 ഈവൺ നമ്പറാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സെറ്റ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2. Find the number of relations from A to B. Number of relations from A to B is same as number of subsets of A cross B. അപ്പോൾ നമുക്ക് അറിയേണ്ടത് A ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ N ഓഫ് A ക്രോസ് ബി ഈസ് സെയിം ആസ് N ഓഫ് A ഇൻറ്റു N ഓഫ് B. അപ്പോൾ എന്ത് വരും ഇവിടെ? 3 into 2, ദാറ്റ് ഈസ് 6. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B എന്ന് പറഞ്ഞാൽ 2 raised to 6. 2 raised to n of A cross B. Okay, let A is equal to set 1, 2, 3, 4, 6. Let R be the relation on A defined by set of all ordered pair AB such that A comma B belongs to A and B is exactly divisible by A. അപ്പോൾ ഇവിടെയുള്ള കണ്ടീഷൻ സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഹിയർ എ എന്ന് പറയുന്നത് 1, 2, 3, 4, 6 ആണ്. അപ്പോൾ നമുക്ക് ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് എലമെൻറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെൻറ്റ്, ആ രീതിയിൽ വേണം എഴുതാൻ. 1, 1 ഓക്കെ പോസിബിളാണ്. 1 ഡിവൈഡ് ബൈ 1 1 ആണ്. ദെൻ 1, 2 2 ഡിവൈഡഡ് ബൈ 1 2 ആണ്, പോസിബിളാണ്. അപ്പോൾ 1, 1 1, 2 1, 3 1, 4 1, 6. ദെൻ 2ൻ്റെ കേസ് നോക്കാം. 2, 2 ശരിയാണല്ലേ. 2, 1 കറക്റ്റ് ആവില്ല. 2, 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 ആണ്, 0.5 അത് പോവുക, അപ്പോൾ ഡിവിസിബിൾ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് 2, 2 വരും. 2, 3 വരില്ല. 2, 4 വരും. 4/2 2 കിട്ടും. 2, 6 കാണും. ഓക്കെ, 3യുടെ കേസ് 3, 3 വരും. ദെൻ 3, 4 വരില്ല. 3, 6 വരും. 4ൻ്റെ കേസിൽ 4, 4. 6ൻ്റെ കേസിൽ 6, 6 വേറൊന്നും വരില്ല. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, എയറോ ഡയഗ്രാം. എന്താണെന്ന് നോക്കാം നമുക്ക്. റെപ്രസെൻറ്റ് ദ എബവ് റിലേഷൻ ഇൻ സെറ്റ് ബിൽഡർ ഫോം, റെപ്രസെൻറ്റ് ദ എബവ് റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഇതാണ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ് എലമെൻസും അതുപോലെ വൈ എലമെൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ 5 3 റിലേഷൻ ഉള്ളത്, അതുപോലെ 6 4 7 5. ഈ പിയിൽ വരുന്ന എലമെൻറ്റ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, ക്യൂവിൽ വരുന്ന എലമെൻറ്റ്സിന് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ വൈ എലമെൻറ്റും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 വരുമ്പോൾ 5 ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ 5 - 2 3, 6 - 2 4, 7 - 2 5. അപ്പോൾ വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു എക്സ് - 2. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് - 2, എക്സ് ബിലോങ്സ് ടു പി, വൈ ബിലോങ്സ് ടു ക്യൂ. ഇനി ഓർഡേർഡ് പെയർ എഴുതണം, നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഏതൊക്കെയാണ് വരിക? 5 3, 6 4, 7 5. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ എൻ ബൈ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5, എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് ലെസ് ദാൻ 4, വൈ ബിലോങ്സ് ടു എൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം, അതുപോലെ റൈറ്റ് ദ ഡൊമെയിൻ, റേഞ്ച് ആൻഡ് കോഡൊമെയിൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എൻ ആണ്, പക്ഷേ എക്സ് ഈസ് ലെസ് ദാൻ 4. ദാറ്റ് മീൻസ് എക്സ് ടേക്സ് വാല്യൂസ് 1 2 and 3. When x is equal to 1, y is equal to 1 plus 5, that is 6. When x is equal to 2, 2 plus 5, that is 7. When x is equal to 3, 3 plus 5, that is 8. So domain is equal to set 1 2 3 and range is equal to set 6 7 8. And codomain means it's a relation from n to n. So codomain is equal to n. Next question നോക്കാം. Let R be a relation on Z defined by R is equal to set of all ordered pair AB such that A, B belongs to Z. A minus B is an integer. Find the domain and range of R. അപ്പോൾ ഇവിടെ വരുന്നത് ഓർഡേർഡ് പെയർ എ ബി വരും. എങ്ങനെയുള്ള ഓർഡേർഡ് പെയർ എ ബി? എ മൈനസ് ബി ഈസ് ആൻ ഇൻറ്റീജർ. എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എ മൈനസ് ബി ഇൻറ്റിജേഴ്സ് ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. അങ്ങനെയുള്ള എല്ലാ ഓർഡേർഡ് പെയറുമാണ് നമ്മുടെ റിലേഷനിൽ വരിക. നമുക്കറിയാം ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു സെഡ്, അല്ലെങ്കിൽ ഫോർ ഓൾ എ ബി ആർ ഇൻറ്റീജേഴ്സ്, എ മൈനസ് ബി ഈസ് ഓൾവേസ് ആൻ ഇൻറ്റിജർ. ഏത് രണ്ട് ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ഇൻറ്റിജേഴ്സും ഇവിടെ വരാം. അപ്പോൾ ഡൊമെയിൻ എന്ത് വരും? ഇൻറ്റിജേഴ്സ് വരും. റേഞ്ചും എന്ത് വരും? ഇൻറ്റിജേഴ്സ് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു കുറേ ആരോ ഡയഗ്രാംസ് ഇവിടെ കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ റിലേഷൻസ് ആണ് ഫ്രം എ ടു ബി. അപ്പോൾ ഫസ്റ്റ് ആരോ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഡൊമെയിനിൽ എ ബി സി ഡി ആണുള്ള. ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. എയുടെ ഇമേജ് ആണ് പി, ബിയുടെ ഇമേജ് ക്യൂ ആണ്, സിയുടെ ഇമേജ് ക്യൂ ആണ്, ഡിയുടെ ഇമേജ് ആർ ആണ്. അപ്പോൾ ഇവിടെ എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്, ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ സെക്കൻഡ് സെറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്. പക്ഷേ ഇവിടെ എക്ക് എന്താണ്? ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട് ഇവിടെ അല്ലേ. എയുടെ ഒരു ഇമേജ് ക്യൂ ആണ്, മറ്റൊരു ഇമേജ് ആർ ആണ്. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്, പക്ഷേ ഇമേജ് യുണീക്ക് അല്ല. ഇനി തേർഡ് വൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും എന്തില്ല? ഇമേജ് ഇല്ല. ഇവിടെ ബിക്ക് ഇമേജ് ഇല്ല, ബാക്കി എല്ലാത്തിനും ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ബിക്ക് ഇമേജ് ഇല്ല. ഇനി ലാസ്റ്റ് വൺ നോക്കാം. ഇവിടെ എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജ് ഉണ്ട്. അതെന്താണ്? വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ എക്കും ഡിക്കും ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? എല്ലാ എലമെൻറ്റ്സിനും വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഉണ്ട്. സോ എ ആൻഡ് ഡി ആർ എക്സാമ്പിൾസ് ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ ഒരു റിലേഷൻ ആർ ഫ്രം എ ടു ബി സെറ്റ് ടു ബി എ ഫങ്ഷൻ if every element in A has a unique image in B. അപ്പോൾ അതാണ് ഫങ്ഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം എന്തായിരുന്നു അപ്പോൾ ഫങ്ഷൻ. എ റിലേഷൻ ആർ ഫ്രം എ ടു ബി സെറ്റ് ടു ബി എ ഫങ്ഷൻ ഇഫ് എവറി എലമെൻറ്റ് ഇൻ എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ഇനി ഇഫ് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി ആണ് ആൻഡ് ഓർഡേർഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു എഫ്, then y is known as the image of x under the function f. അപ്പോൾ ഓർഡേർഡ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ
വൈ എന്ന് പറയുന്നത് ആരുടെ ഇമേജാണ്? എക്സിൻ്റെ ഇമേജാണ്. അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? വൈ ഈസ് ദ ഇമേജ് ഓഫ് എക്സ് അണ്ടർ ദ ഫങ്ഷൻ എഫ്. ഓൾസോ എക്സ് ഈസ് നോൺ ആസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ. ദ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, എഫ് ഫ്രം എ ടു ബി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ആരോ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ആണെങ്കിൽ ഇവിടെയുള്ള എല്ലാ എലമെൻസിനും, എയിലുള്ള എല്ലാ എലമെൻസിനും എന്തുണ്ടാവും? ഒരു ഇമേജ് കാണും. ആ ഇമേജിനാണ് നമ്മൾ വൈ കൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ, ലെറ്റ് n be the set of natural numbers and the relation r defined on n such that r is equal to set of all ordered pair xy such that y equal to 2x, x comma y belongs to n. What is the domain, codomain and range of r? Is this relation a function? അപ്പോൾ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, അത് ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു 2x. എക്സ് ആൻഡ് വൈ ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എക്സിന് നാച്ചുറൽ നമ്പേഴ്സ് പറയും 1 2 3 അങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ 2 × 1 2. അപ്പോൾ ഓർഡേർഡ് പെയർ 1 2 കിട്ടും. 2 വരുന്ന കേസിൽ 2 × 2 4. അപ്പോൾ 2 4 വരും. 3 വരുന്ന കേസിൽ 3 × 2 6 വരും. 4 വരുമ്പോൾ 2 × 4 8 വരും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇഷ്ടംപോലെ ഓർഡേർഡ് പെയേഴ്സ് അവിടെ കാണും. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി ഡൊമെയിൻ എന്താണ് വരിക? ഓർഡേർഡ് പെയറിലുള്ള ഫസ്റ്റ് എലമെൻ്റ് ആണ്, അതായത് 1 2 3 എക്സെട്ര വരും. കോഡൊമെയിൻ എന്താണ്? എഫ് ഫ്രം എൻ ടു എൻ ആണ്. സെക്കൻഡ് സെറ്റ് എൻ ആയതുകൊണ്ട് എൻ വരും. റേഞ്ച് എന്താണ്? 2 4 6 8 എക്സെട്ര. ഓർ ഈവൺ നാച്ചുറൽ നമ്പേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവ്രി എലമെൻറ്റ് ഇൻ എൻ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ എൻ. സോ ദ റിലേഷൻ ബിക്കംസ് എ ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫങ്ഷൻസ്? ഇഫ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ, റൈറ്റ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഫങ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഏതൊക്കെയാണ്? 2 1 5 1 8 1 11 1 14 1 17 1. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ആ ഓർഡേർഡ് പെയറിൽ വരുന്ന ഫസ്റ്റ് എലമെൻറ്റിനൊക്കെ തന്നെ എന്തേ ഉള്ളൂ? ഒരേ ഒരു ഇമേജേ ഉള്ളൂ, അതായത് യുണീക്ക് ഇമേജേ ഉള്ളൂ. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ. അപ്പോൾ ഡൊമെയിൻ എന്ത് വരും? 2 5 8 11 14 17 സെറ്റ്. ഓക്കെ, റേഞ്ച് എന്താണ്? ഒരേ ഒരു ഇമേജേ ഉള്ളൂ എല്ലാത്തിനും. ആ ഇമേജ് എന്താണ്? 1 മാത്രം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ 1 3 1 5 2 5. കാണുമ്പോഴേ അറിയാം 1 3 1 5. കണ്ടോ, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ 1 3 1 5 തന്നെ 1ന് എത്ര ഇമേജായി? 2 ഇമേജ് വന്നു, 3ഉം 5ഉം. സോ ഇറ്റ് ഇസ് നോട്ട് എ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം.